ഹലോ ഫ്രണ്ട്സ്, ജിദ്ദൂസ് ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് FC25 അല്ലെങ്കിൽ ഫേസർ 25 ഈ വണ്ടികളുടെ ക്ലച്ച് ഡിസ്ക് അസംബ്ലി എങ്ങനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. യൂഷ്വലി 50,000 കിലോമീറ്ററൊക്കെ എത്തുന്ന സമയത്ത് ക്ലച്ച് സ്ലിപ്പേജ്, മൈലേജ് കുറവ്, ചെറിയ വൈബ്രേഷൻ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അത് പൊതുവേ ക്ലച്ചിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. ഈ വണ്ടിയുടെ ക്ലച്ച് കുറച്ച് വീക്കാണ്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാനുള്ള വീഡിയോ ആണ്. നമുക്ക് രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റേതായ ഒരു ചെറിയ ക്ലാരിറ്റി പ്രശ്നമുണ്ട്. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, എങ്ങനെയാണ്, ഏതൊക്കെ ക്ലച്ച് എവിടെയാണ് ഇട്ട് കൊടുക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് ക്ലച്ച് ഡിസ്ക് അസംബ്ലി വാങ്ങണം. അതിൻ്റെ കൂടെ തന്നെ എൻജിൻ ഓയിൽ നിർബന്ധമായിട്ടും ക്ലച്ച് ഡിസ്ക് മാറുന്ന കൂട്ടത്തിൽ മാറിക്കൊടുക്കണം. എൻജിൻ ഓയിൽ മാറുന്നത് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ട പാർട്സുകളൊന്ന് നോക്കാം. ഞാൻ റീപ്ലേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് യമലൂബിൻ്റെ റെക്കമെൻഡഡ് ഓയിലും ഫിൽറ്ററുമാണ് യൂസ് ചെയ്യുന്നത്. അത് മാറുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് കൺഫ്യൂഷൻ ഉള്ളവർക്ക് മുന്നേ ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. യമലൂബിൻ്റെ ഓയിൽ ഫിൽറ്റർ, അതുപോലെ നമുക്ക് മാറാനുള്ള ഒരു ക്ലച്ച് ഡിസ്കിൻ്റെ സെറ്റാണിത്. അതായത് മൊത്തം 6 ക്ലച്ച് ഡിസ്ക്കാണ് വരുന്നത്. അത് സെപ്പറേറ്റ് സെറ്റുകളായിട്ടാണ് വരുന്നത്. നോർമൽ ചെന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഈ പാർട്ട് നമ്പർ റെഫർ ചെയ്യാം. റേറ്റ് നോക്കണ്ട, കാരണം യമഹയുടെ റേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റേറ്റ് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. പാർട്സിൻ്റെ നമ്പർ നോക്കുക. ഇനി ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ സെപ്പറേറ്റ് എവിടെ എന്നുള്ള കാര്യങ്ങൾ കൂടെ വ്യക്തമാക്കി പറഞ്ഞുതരാം. നമ്മൾ വർക്ക് തുടങ്ങാൻ പോവുകയാണ്. ഇതിൽ ആൾറെഡി എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഭാഗയിൽ കാണിക്കുന്നില്ല. അതുപോലെ ഓയിൽ ഫിൽറ്റർ മാറുന്നതും ഞാനിതിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ല. അത് ഡൗട്ടുള്ളവർക്ക് മുന്നത്തെ വീഡിയോ റെഫർ ചെയ്യാം. നമ്മൾ ക്ലച്ച് റീപ്ലേസ് ചെയ്യുന്നത് മാത്രമാണ് ഇതിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ക്ലച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ക്ലച്ച് കവർ അഴിക്കണം. ക്ലച്ച് കവർ അഴിക്കുന്നതിന് മുന്നേ ക്ലച്ച് കവറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഹോസ്, അതുപോലെ ചുറ്റുമുള്ള ഫൈബർ പാർട്ടുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അഴിക്കണം. അപ്പോൾ ആ ഭാഗങ്ങൾ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്, കാരണം മൊത്തം 1 ഹവറിൻ്റെ അടുത്ത് എടുക്കുന്ന വർക്കാണ്. അപ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ വളരെ ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡായിട്ട് തന്നെ പോകുന്നുണ്ട്. ഡൗട്ടുള്ളവർ ജസ്റ്റ് പോസ് ചെയ്ത് കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി. സ്പെഷ്യലായിട്ട് ചെക്ക് ചെയ്യേണ്ട പോയിന്റുകൾ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞുതരാം. ഓയിൽ ലൈനിൻ്റെ ഹോസുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഹോസുകൾ ഓരോന്നും അഴിക്കുന്ന സമയത്ത് അതിന് വാഷർ വരുന്നുണ്ട്. മേലത്തെ ലൈനിൽ 2 വാഷർ വരുന്നുണ്ട്, താഴത്തിൽ 2 ഓയിൽ സീൽ വരുന്നുണ്ട്, 2 സ്പേസർ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യുക. കാരണം തിരിച്ചിടുന്ന സമയത്ത് കറക്റ്റ് പൊസിഷനിൽ വാഷർ ഇട്ട് കൊടുക്കണം. ഓവർ ടൈറ്റ് ആക്കരുത്, കറക്റ്റ് ടൈറ്റ് ആക്കി വെക്കണം. അതുപോലെ തന്നെ വാഷർ മിസ്പ്ലേസ് ആയി പോകരുത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പൊതുവെ വണ്ടികളിൽ കാണാത്ത ഒരു സ്പെഷ്യൽ സിസ്റ്റമാണിത്. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, തിരിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യാമെന്ന് മാത്രം. നമ്മൾ ഹോസുകൾ മൊത്തം ഡിസ്കണക്ട് ചെയ്തു. മേലെ ഗാലറിയുടെ ഹോസും അതുപോലെ തന്നെ കൂളറിലേക്ക് പോകുന്ന ഹോസും ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ കൂളറിൻ്റെ ഹോസ് നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ സ്പില്ലായി വരും. അത് താഴെ നമ്മളൊരു ട്രേ വെച്ച് കളക്ട് ചെയ്യാം. ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഫുൾ എയർ കയറുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് കൂളർ ഡ്രെയിൻ ആവുന്നതാണ്. അപ്പോൾ ആ ഒരു ഓയിൽ കൂടെ കളക്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ തിരിച്ച് ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫില്ല് ചെയ്ത് ഉടനെ റേസ് ചെയ്യരുത്, കാരണം ഈ ഓയിലെല്ലാം ഡ്രെയിനായി പോകുന്നുണ്ട്. തിരിച്ച് കയറാനുള്ള ഒരു സാവകാശം കൊടുക്കണം. ഞാനിപ്പോൾ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് വരുന്നതാണ് ജസ്റ്റ് ഒരു ഓറിങ്ങും അതുപോലെ തന്നെ സ്പേസറും വരുന്നുണ്ട്. ഒന്നെങ്കിൽ അത് കളക്ട് ചെയ്ത് അഴിച്ച് മാറ്റി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് വീണ് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് ചെയ്യാനുള്ളത് ക്ലച്ച് കവർ അഴിക്കാനാണ്. ക്ലച്ച് കവർ അഴിക്കാൻ 8 സൈസിലുള്ള കംപ്ലീറ്റ് ബോൾട്ടുകൾ അഴിച്ചെടുക്കുക. അതിനുശേഷം ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരും. ഞാൻ ഓയിൽ ഫിൽറ്റർ ജസ്റ്റ് വേറെ വർക്കും കൂടി ഉണ്ടായതുകൊണ്ട് കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അയക്കുന്ന സമയത്ത് ഓയിൽ ഫിൽറ്ററിൻ്റെ കവറും കൂടി അഴിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് ഊരിയെടുക്കാൻ പറ്റും. ഓയിൽ ഫിൽറ്ററിൻ്റെ കവർ ബോൾട്ട് കൂടെ അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് ഈസി ആയിട്ട് കഴിഞ്ഞ് വരും. കേസ് അഴിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് ഓയിൽ സ്പില്ലാവും. അപ്പോൾ അത് ജസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി താഴെ ഒരു ട്രേ എന്തെങ്കിലും വെക്കാം. അതുപോലെ തന്നെ ഗ്യാസ്കറ്റ് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്യാസ്കറ്റ് കൂടെ മാറേണ്ടി വരും. ഏറ്റവും സേഫ്റ്റിക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു ഗ്യാസ്കറ്റ് അഡീഷണൽ വാങ്ങി കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. ഇൻ കേസ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും ഫിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഗ്യാസ്കറ്റ് അറേഞ്ച് ചെയ്യാനായിട്ട്. വലിയ റേറ്റ് ഒന്നും വരുന്നില്ല, 100 രൂപ വരുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ സേഫ്റ്റിക്ക് ഒന്ന് വാങ്ങിച്ച് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ അങ്ങ് മാറിവിടാം. ഈ ഒരു കാര്യം ചെയ്യാവുന്നതുള്ളൂ. ക്ലച്ച് കവർ അഴിച്ചു. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യം ചെയ്യുന്ന കാര്യം സ്ട്രെയിൻ റൂരി വെക്കുന്നു. സ്ട്രെയിൻ റൂരി കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഞെട്ടിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണും. അതാ മൊത്തം കരി തന്നെയാണ് ഇതിനകത്ത്. അപ്പോൾ അതെന്തായാലും ക്ലീൻ ചെയ്തിട്ട് തിരിച്ചിടുക. കാരണം എപ്പോഴും അഴിക്കാറില്ല, അഴിക്കുന്ന സമയത്ത് അത് വൃത്തിയായിട്ട് ചെയ്യാൻ തന്നെ നോക്കുക. ഇനി ലൈറ്റാക്കാനൊന്നുമില്ല. നമ്മൾ ഹബ്ബ് ഫിക്സ് ചെയ്തിട്ടുള്ള 10 സൈസിലുള്ള 4 ബോൾട്ട് അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലച്ച് ഡിസ്ക് അസംബ്ലി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ബാസ്ക്കറ്റിനകത്തുനിന്ന്. അത് കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ പോവാം. പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല, ജസ്റ്റ് ലൂസ് ചെയ്തെടുക്കുക, അഴിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ക്ലച്ച് ഡിസ്ക് അസംബ്ലി മൊത്തം പുറത്തേക്ക് എടുക്കാം.
മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ച് എടുത്താൽ മതി, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതിനകത്തൊരു ജസ്റ്റ് ഒരു വാഷർ വരുന്നുണ്ട്, ഒരു സ്പ്രിംഗ് ലോഡ്, അത് ഊരി വരാതിരിക്കാൻ നോക്കുക. ഇത്രയും നമ്മൾ എടുത്തിട്ടുള്ള ഇത്രയും സാധനങ്ങൾ ക്ലച്ച് ഡിസ്കിൻ്റെ എണ്ണം മാത്രമേ പുറത്ത് വരാൻ പാടുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് എടുക്കരുത്. ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് പൊതു വണ്ടികളിൽ കാണാത്തൊരു അഡീഷണൽ സ്പ്രിംഗ് ലോഡാണ് ഇതിനകത്ത് വരുന്ന ഈ ഒരു പാർട്ട്. അപ്പോൾ അത് ഊരി വീഴരുത്, ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് തിരിച്ച് അതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. അയച്ച സ്ഥിതിക്ക് ബാസ്ക്കറ്റിൻ്റെ തേയ്മാനം, ഷേക്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. യാതൊരു വിധ കുഴപ്പമില്ല. FC250 നിങ്ങൾക്ക് പൊതുവെ അറിയാം, എൻ്റേണലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വണ്ടിയാണ്. പ്രത്യേകിച്ച് ഡാമേജുകളൊന്നും പറ്റാത്തൊരു ടൈപ്പ് ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ഹെൽത്തി ആയിട്ടാണ് അതൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ക്ലച്ച് ഡിസ്ക് ഡാമേജ് ആയിട്ടുണ്ട്, അത് മാത്രം അങ്ങ് മാറിവിടാം, വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ. അടുത്തായിട്ടൊരു പ്രധാന പോയിൻ്റ് ആഡ് ചെയ്യാനുള്ളത് ഫ്രിക്ഷൻ പ്ലേറ്റിൻ്റെ അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റിൻ്റെ ഒക്കെ പൊസിഷൻസ് ആണ്. ഓരോ പ്ലേറ്റിനും അതിൻ്റേതായ പൊസിഷൻ ഉണ്ട്, പാർട്ട് നമ്പേഴ്സ് ഉണ്ട്. അത് ഓരോന്നും കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം. ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഓരോ പ്ലേറ്റുകളും ബോക്സ് പൊട്ടിക്കുക, ഓയിൽ ഡിപ്പ് ചെയ്യുക, ഓയിൽ ആക്കിയതിന് ശേഷം മാത്രം ഫിക്സ് ചെയ്യുക. ഈ രീതിയിൽ കറക്റ്റ് ഓർഡറിൽ അങ്ങിട്ട് പോയാൽ മതി, വേറെ ആലോചിക്കാനും കൺഫ്യൂഷനും ഒന്നുമില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു ബിഗിനറിന് പറ്റിയ വർക്കല്ല. അപ്പോൾ എക്സ്പീരിയൻസും സ്കില്ലും ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ജസ്റ്റ് ട്രയൽ ആയിട്ട് ഇത് ചെയ്ത് നോക്കിയിട്ട് പണി വാങ്ങണ്ട, കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വർക്ക്. ഒരു ബിഗിനറിന് പറ്റിയ വർക്കല്ല. ആ കാര്യം ഞാൻ ജസ്റ്റ് ഫസ്റ്റ് പറയണമെന്ന് വിചാരിച്ചാണ്, വിട്ടുപോയത് കാരണമാണ് ഇപ്പോൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ക്ലച്ച് ഡിസ്കായിട്ട് ഫിക്സ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഫിക്സ് ചെയ്യാനുള്ള ഫ്രിക്ഷൻ പ്ലേറ്റിൻ്റെ നമ്പറാണിത്. ഫ്രിക്ഷൻ പ്ലേറ്റ് 3 എന്ന പേരിലാണ് വരുന്നത്. ഇത് നമുക്ക് ഓയിലിൽ ഡിപ്പ് ചെയ്ത് ഫസ്റ്റ് സ്റ്റേജായിട്ട് ഫിക്സ് ചെയ്ത് തുടങ്ങാം. ഓയിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഓയിൽ ഡിപ്പ് ചെയ്ത് ഓവറായിട്ടുള്ള ഓയിൽ ജസ്റ്റ് കളഞ്ഞതിന് ശേഷം ഈ ഒരു പൊസിഷനിൽ അതിനകത്തേക്ക് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജിലെ ഫസ്റ്റ് ഡിസ്ക് അതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് മെറ്റൽ ഡിസ്ക്കാണ്. മെറ്റൽ ഡിസ്ക് വന്നിട്ട് സെയിം പാർട്ട് തന്നെയാണ് വരുന്നത്, ഡിഫറൻസ് ഒന്നുമില്ല. അതിലൊരു പോളിഷ്ഡ് സൈഡ് ഉണ്ട്, അത് ഉള്ളിലേക്കാവുന്ന രീതിയിൽ ഫിക്സ് ചെയ്യുക. അത് തിരിച്ച് ഫിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഫാക്ടറിയിൽ നിന്ന് വരുമ്പോൾ വരാറ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുക. പോളിഷ്ഡ് സൈഡ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് അടുത്ത ഫ്രിക്ഷൻ പ്ലേറ്റ് എടുക്കാം. അടുത്ത വരുന്ന ഫ്രിക്ഷൻ പ്ലേറ്റ് ഇതാണ്. അതായത് അടുത്ത മാത്രമല്ല, അടുത്ത ഇവിടുന്ന് ഞങ്ങൾ കഴിഞ്ഞ് 4 ഫ്രിക്ഷൻ പ്ലേറ്റ് സെയിം പാർട്ട് തന്നെയാണ് വരുന്നത്. 2 കവറിലാണ് വരുന്നത് മാത്രം, ഒരു കവറിൽ 2 വീതം. അത് ഒരു ഫ്രിക്ഷൻ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക, അത് കഴിഞ്ഞൊരു മെറ്റൽ പ്ലേറ്റ് ഇടുക, അടുത്ത ഫ്രിക്ഷൻ പ്ലേറ്റ് ഇടുക, വീണ്ടും മെറ്റൽ പ്ലേറ്റ് ഇടുക. ഈ ഒരു രീതിയിൽ 4 തീരുന്നവരെ ഇടുക. പിന്നെ ഫൈനലി വരുന്ന ക്ലച്ച് ഡിസ്കിലെ ഫ്രിക്ഷൻ പ്ലേറ്റിൻ്റെ പാർട്ട് നമ്പർ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. അത് ഓർഡറിൽ അങ്ങോട്ട് പോകാൻ വേറെ ഒന്നുമില്ല, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ട് പോകുന്നുണ്ട്. അടുത്ത ഫ്രിക്ഷൻ പ്ലേറ്റ് ഇട്ടു, അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത മെറ്റൽ പ്ലേറ്റ് ഇടുന്നു. 2 ഫ്രിക്ഷൻ പ്ലേറ്റാണ് ഒരു കവറിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്ത കവർ പൊട്ടിച്ചിട്ട് അടുത്ത 2 ഫ്രിക്ഷൻ പ്ലേറ്റും 2 മെറ്റൽ പ്ലേറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഈ 4 പാർട്ടുകൾ വരുന്നത് എക്സാക്ട് സെയിം ആണ്, ഡിഫറൻസ് ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ഇടുന്ന കറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഫൈനൽ ഫ്രിക്ഷൻ പ്ലേറ്റ് എത്തുന്നവരെ 1 by 1 ഒരു ഫ്രിക്ഷൻ പ്ലേറ്റ്, ഒരു മെറ്റൽ പ്ലേറ്റ്, ഒരു മെറ്റൽ പ്ലേറ്റ്, അത് കഴിഞ്ഞ് വീണ്ടും ഫ്രിക്ഷൻ പ്ലേറ്റ് എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് പോവുക. പിന്നെ നമുക്ക് ഫൈനലി ചെയ്യാനുള്ളത് അടുത്ത പാർട്ടാണ്. അതായത് ഈ ഒരു ബോക്സിൽ വരുന്ന പ്ലേറ്റാണ് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ളത്. അതെടുക്കാം, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓയിലിൽ ഡിപ്പ് ചെയ്തതിനു ശേഷം ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർക്കാണ് നമുക്കിനി കവർ പിടിപ്പിക്കാനുള്ളത്. അതിൽ മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. കവർ പിടിപ്പിച്ച് ബോൾട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് റെക്കമെൻഡഡ് ടോർക്ക് 11 Nm ആണ്. അതുകൊണ്ട് തന്നെ അധികം ലോഡ് കൊടുക്കാത്ത രീതിയിൽ, ജസ്റ്റ് അഴിഞ്ഞു പോരാത്ത രീതിയിലുള്ളൊരു ടൈറ്റ് മതി. അതായത് നമുക്ക് ഈസി ആയിട്ടൊരു ഇടത് കൈ കൊണ്ട് പിടിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര ടൈറ്റോ അത്രേ ആവശ്യമുള്ളൂ. ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ അലുമിനിയാണ്, ത്രെഡ് പോകാൻ ചാൻസ് ഉണ്ട്, പണി കിട്ടും. അതുകൊണ്ട് ജസ്റ്റ് കയ്യിൽ അറിയുന്ന രീതിയിൽ മാത്രം ടൈറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 11 Nm ടോർക്ക് എന്ന് പറഞ്ഞാൽ അത് എത്ര ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ മാത്രം ഈ വർക്ക് ചെയ്യാൻ ഇറങ്ങിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ബോൾട്ടുകൾ ടൈറ്റ് ചെയ്തിട്ട് കറക്റ്റ് അടുപ്പിച്ചതിന് ശേഷം മാത്രം ടോർക്ക് പിടിക്കുക. എങ്കിൽ മാത്രം അത് 4 സൈഡും ഒരുപോലെ തന്നെ ടൈറ്റായി സെറ്റായിട്ടിരിക്കുള്ളൂ. അടുത്തൊരു പോയിന്റ് പറയാനുള്ളത്, ഇൻ കേസ് ക്ലച്ചിൻ്റെ പ്ലേ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, പുതിയ ക്ലച്ച് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ക്ലച്ച് പ്ലേ കറക്റ്റായിട്ട് വരില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന പോലെ ജസ്റ്റ് സെൻറ്ററിലെ ആ ബോൾട്ട് ലൂസ് ചെയ്ത് സ്റ്റാർ സ്ക്രൂഡർ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പ്ലേ കറക്റ്റായിട്ട് കിട്ടും. അത് കേബിളിലും അതേപോലെ തന്നെ നമ്മളെ ലിവറിലും കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ടച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ടച്ച് ചെയ്യേണ്ട. ഇനി അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. ഇൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ
FC150യുടെ ക്ലച്ച് മാറുന്ന വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇതിലും പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. ജസ്റ്റ് ലൂസ് ചെയ്യാം. ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്ലേ കൂടും. അവിടെ വെച്ചാൽ ലോക്കിനായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വീഡിയോയിൽ കാണുന്ന പോലെ സെൻറ്ററിൽ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഇട്ട് പിടിച്ച് ഒരു റിംഗ് സ്പാനർ വെച്ച് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ട പൊസിഷനിൽ വെച്ച് ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ക്ലച്ചിൻ്റെ ഓപ്പറേഷനും ചെക്ക് ചെയ്യുക. ഇത്രേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലച്ച് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് പമ്പ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വേറെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കവർ പിടിപ്പിക്കാനുള്ള പരിപാടികൾ നോക്കാം. ആദ്യം തന്നെ നമ്മൾ സ്ട്രെയിനർ ക്ലീൻ ചെയ്ത് ആ സ്ട്രെയിനർ തിരിച്ച് പിടിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ക്ലച്ച് കവർ പിടിപ്പിക്കാം. ക്ലച്ച് കവർ തിരിച്ച് പിടിപ്പിക്കാനായിട്ട് ഹോസ് കാര്യങ്ങളെല്ലാം മാറ്റി പിടിച്ച് ഗ്യാസ്കറ്റ് എവിടെയും ടച്ച് ആവാത്ത രീതിയിൽ കറക്റ്റ് പൊസിഷനിൽ വെച്ച് ജസ്റ്റ് ആ സ്പേസർ രണ്ടും കറക്റ്റ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ച് കവർ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ 1 by 1 ഓരോ ബോൾട്ടുകളായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം അറിയാനുള്ളത്, ജസ്റ്റ് ബോൾട്ടുകളെല്ലാം അടുപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രോസിൽ വേണം അത് ടൈറ്റ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ അത് ലീക്ക് ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യുന്ന ഓർഡറുകളൊന്ന് ശ്രദ്ധിക്കാം. അത്രേ ഇതിൽ നോക്കാനുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ക്ലച്ച് കവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള 2-3 ഹോസുകളാണ്. ആ ഹോസുകൾ ഫിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് അവിടെ സ്പില്ലായി കിടക്കുന്ന ഓയിലെല്ലാം ക്ലീൻ ചെയ്ത് സ്പേസറും ഓയിൽ റിങ്ങും കറക്റ്റായിട്ടിട്ട് ജസ്റ്റ് അത് പ്രസ് ചെയ്ത് ജസ്റ്റ് ഹാൻഡ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം വെക്കുക, ജസ്റ്റ് ഹാൻഡ് ടൈറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം ടോർക്ക് പിടിക്കുക. ആ ഒരു രീതിയിൽ താഴത്തെ 2 ഹോസും മേലത്തെ 12 സൈസ് ബോൾട്ടിൽ വരുന്ന ആ ഹോസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സിങ്ങിൻ്റെ പരിപാടികൾ തീർന്നു. പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് കവേഴ്സ് ഫിക്സ് ചെയ്യാനും ഓയിൽ ഒഴിക്കാനും മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഓരോ ബോൾട്ടുകളും ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സ്ലിപ്പായി കഴിഞ്ഞാൽ റീപ്ലേസിങ് എല്ലാം ഭയങ്കര ടാസ്ക് ആയിരിക്കും. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഈ ഒരു ബോൾട്ട് ഫിറ്റ് ചെയ്യാനാണ്. അതിന് 2 വാഷർ വരുന്നുണ്ട്. താഴെ മേലെയും വാഷർ വരുന്നുണ്ട്. അപ്പോൾ ടൈറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് 2 വാഷറും വെച്ചിട്ട് തന്നെ ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ മേലെയുള്ള ബോൾട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതും ഒരു മീഡിയം ടോർക്കിൽ മാത്രം ടൈറ്റ് ചെയ്യുക. ഓവർ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നേരത്തെ അഴിച്ചിട്ടുള്ള സൈഡ് പാനലും അതുപോലെ തന്നെ എൻജിൻ കവർ വരുന്ന ഭാഗവും ഫിക്സ് ചെയ്ത് കൊടുക്കുക തിരിച്ച്. ഇത്രയാണ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് എൻജിൻ ഓയിൽ ടോപ്പപ്പ് ചെയ്യില്ല, എൻജിൻ ഓയിൽ ഫില്ല് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഓടി വന്നതിന് ശേഷം ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. കാരണം നമ്മൾ ഹോസിൻ്റെ ഓയിൽ ഹോസുകളെല്ലാം അഴിച്ചാണ്. അത് കാരണം ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഓയിൽ ഡ്രെയിൻ ആയിട്ടുണ്ട്. അതായത് കൂളറിലെല്ലാം കംപ്ലീറ്റ് ഓയിൽ ഡ്രെയിൻ ആയത് കാരണം നമ്മൾ 1.5 ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ഷോർട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് FC അല്ലെങ്കിൽ ഫേസർ 250 ക്ലച്ച് മാറുന്ന പ്രൊസീജിയറിലെ കാര്യങ്ങൾ. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് അടുത്ത റിപ്പയർ വീഡിയോസും കാര്യങ്ങളും എല്ലാം ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.